ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തു തന്നെയായാലും ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ നമുക്കതിനെ മറികടക്കുവാൻ സാധിക്കുമെന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഈ ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. 1 യോഹന്നാൻ 5:5 നമ്മൾ കാണുന്ന ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്തെ വിജയിക്കുവാൻ സാധിക്കുന്നത്? ഈ ലോകത്തിന്റെ ഇന്നത്തെ ഈ ലോകത്തിന്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ വളരെയധികം ബിസി ആയിട്ടുള്ള മനുഷ്യർക്കെല്ലാം ഒരു വല്ലാത്ത വെപ്രാളം, ഭയങ്കര ബിസി ആയിട്ടൊരു ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്, അല്ലെ? ശിഷ്യന്മാര് വലിയ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ സമയത്ത് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവരിലൂടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ നമുക്ക് തന്നിരിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന നിനക്ക് നീ കടന്നു പോകുന്ന ഈ അവസ്ഥകളെ വിജയിക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഈ വചനം നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ, ഈ വചനത്തെ നമ്മൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത്, ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് ബിസി ആയിട്ട് ഓടി നടക്കുന്നതിന് ഇടയിലായിരിക്കും ഈ വീഡിയോ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഈ കാണുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ഈ ഒരു വചനത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത്, ഈ ആഴ്ച വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഈശോയുടെ ഈ വചനത്തെ, ഈ സാന്നിധ്യത്തെ നമ്മളൊന്ന് റിസീവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ദൈവത്തിന്റെ ഇടപെടലുകളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തെയും അവിടുത്തെ സാന്നിധ്യത്തെയും നമ്മളിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുക, എന്റെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, മറ്റെല്ലാവരെയും ഞാൻ അധ്വാനിച്ചു. അതായത് ദൈവസാന്നിധ്യത്തിൽ വിശ്രമിക്കുക, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വചനം വായിക്കുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ ദൈവത്തിന്റെ കൃപയുടെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുമ്പോൾ പൗലോസ് പറയാം, പൗലോസ് മറ്റെല്ലാവരെക്കാൾ ഉപരിയായിട്ട് അധ്വാനിക്കുവാൻ പൗലോസിലേക്ക് പറ്റി. കാരണം എന്താ? ദൈവകൃപയുടെ അഭിഷേകം നമ്മളെ വിജയത്തിലേക്ക് വഴി നടത്തുകയാണ്. അതായത് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുന്നതും നമുക്ക് നഷ്ടമല്ല, ജീവിതത്തിൽ അത് ഉയർച്ചയ്ക്ക് കാരണമായി തീരും. ഈശോ മാർത്താടെ മറിയത്തിന്റെ വീട്ടിൽ വന്നപ്പോ മാർത്ത വ്യഗ്രചിത്തയായിരുന്നു, ഓടി നടക്കുമായിരുന്നു. പലപ്പോഴും നമ്മള് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിക്കാതെ നമ്മൾ സ്വയത്തിൽ ആശ്രയിച്ച് ഓടി നടക്കുമ്പോൾ അവിടെ എന്നാ സംഭവിക്കുക? നമ്മൾക്ക് വല്ലാത്ത സ്ട്രൈവ് ഉണ്ടാവുക, എന്താ ചെയ്യേണ്ട, എങ്ങും എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഇവിടെ ഉണ്ടാവുകയാണ്. എന്നാൽ മറിയം എന്താ ചെയ്തത്? ഈശോയുടെ കാൽക്കീഴിൽ, ഈശോയുടെ സാന്നിധ്യത്തിൽ അവൾ ആ സ്ഥലത്ത് ഈശോയുടെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ അവൾ ആയിരുന്നപ്പോൾ ഈശോ അവളെ നോക്കി പറയുക, നീ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. ഇവിടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോ നമുക്ക് തോന്നും, ദൈവമേ പള്ളിയിൽ പോയിരുന്നു, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, കുർബാന കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ വചനത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്നു, ഒക്കെ അതൊരു നഷ്ടമല്ല. ആ സമയത്ത് ദൈവത്തിന്റെ കൃപയുടെ ശക്തി നമ്മൾ നിറയപ്പെടുമ്പോൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ പ്രൊഡക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ ലൈഫിനെ സക്സസ്ഫുൾ ആക്കുവാനും ദൈവത്തിന്റെ കൃപയുടെ ആത്മാവിന്റെ ശക്തി, കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോർമേഷനെ കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് മെസ്സേജ് തരിക. അപ്പൊ ഇതെല്ലാം നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ലൈഫിനെ ബ്ലെസ്സഡ് ആക്കുവാൻ, നമ്മുടെ ലൈഫിൽ അനുഗ്രഹം, ദൈവികമായ അനുഗ്രഹങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഈശോ ഒരുക്കിയിരിക്കുന്നത്. ഈ കൃപാഭിഷേകം നമ്മൾ നിറയപ്പെടുന്നതിന് വേണ്ട വില മുഴുവനും ഈശോ ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം നമുക്ക് തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചു നേരം ഈശോയുടെ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നമുക്ക് വിശ്രമിക്കാം, നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ നമുക്ക് നിറയപ്പെടാം. അപ്പോൾ ദൈവത്തിന്റെ കർത്താവിന് തന്നെ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ. ദൈവത്തിന്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് നമ്മൾ സാക്ഷികളാകും. അങ്ങനെ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5:5 വചനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ വിജയിക്കുന്നത്? ഗോഡ് ബ്ലസ് യു ഓൾ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണേ, നിങ്ങളെ ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.